വിഷാദം എന്നുള്ള ഒരു പദം നമ്മളിപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒന്നാണ്. പലപ്പോഴും വെറുതെ സങ്കടം വരുന്ന ഒരു സമയത്ത് പോലും നമ്മൾ വിഷാദ രോഗമാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷാദ രോഗം? വിഷാദ രോഗം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു അവസ്ഥയാണ്. പൊതുവെ നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളുടെ പുറത്ത് നിയന്ത്രണം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയാണ്. ഒരു മൂഡ് ഡിസോർഡർ ആണ് വിഷാദ രോഗം എന്ന് പറയുന്നത്. മുഖ്യമായും നമ്മുടെ ഈ ഒരു വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എപ്പോഴും സാഡ്നെസ് അല്ലെങ്കിൽ വിഷമാവസ്ഥ തന്നെയായിരിക്കും. എന്നാൽ ഈ സാഡ്നെസ് എന്ന് പറയുന്നത് വെറുതെ ഒരു വഴക്ക് കേട്ടു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിനെ അല്ല നമ്മൾ വിഷാദം എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് ഈ വിഷാദാവസ്ഥ നിലനിൽക്കുകയും അതിനോടൊപ്പം ഇൻട്രസ്റ്റോടുകൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് താല്പര്യമില്ലാതാവുകയും ആഹാര രീതികളിൽ വ്യത്യാസം വരികയും ചിലർക്ക് വിശപ്പ് കൂടാം, ചിലർക്ക് വിശപ്പ് കുറയാം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ താല്പര്യമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ കാണിക്കുക, ആൾക്കാരെ കാണാൻ താല്പര്യമില്ല, ശബ്ദം ഒരുപാട് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്തൊരു ഇറിറ്റബിലിറ്റി ഉണ്ടാകുന്നു, നമുക്ക് പൂർണ്ണമായും ഇനി അങ്ങോട്ട് എനിക്കൊന്നുമില്ല എന്നൊരു തോന്നൽ, ആരും എന്നെ സഹായിക്കാനില്ല, ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യുക, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു വിലയില്ലാതെ തോന്നുക, വെർത്ത്ലെസ്നെസ് ഫീൽ ചെയ്യുക, പ്രതീക്ഷകൾ നഷ്ടപ്പെടുക, ഹോപ്പ്ലെസ്നെസ് തോന്നുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ച് വരുന്ന ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വെർത്ത്ലെസ്നെസ്, ഇത് മൂന്നും ഒരുമിച്ച് വരുമ്പോഴാണ് പലപ്പോഴും വിഷാദ രോഗാവസ്ഥയിലുള്ളവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ സൂയിസൈഡൽ ഐഡിയേഷൻ അല്ലെങ്കിൽ ആത്മഹത്യ പ്രവണത വിഷാദ രോഗികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ വിഷാദ രോഗികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് ഇവരുടെ സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതിൻ്റെ റേറ്റ് കുറയുക, സ്ലോ ആവുക, വാക്കുകൾ കിട്ടുന്നതിൽ അല്ലെങ്കിൽ അവർ സാധാരണ സംസാരിക്കുന്ന സ്പീഡിൽ അവർക്ക് സംസാരിക്കാൻ പറ്റാതെ വരിക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. ഒരു കാര്യം അവർ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയായിരിക്കും, ചിലപ്പോൾ ടി വി കാണലായിരിക്കാം, ചിലപ്പോൾ അവർ വായിക്കുന്ന പുസ്തകമായിരിക്കാം, ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം, പക്ഷെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കളിക്കാൻ താല്പര്യം തോന്നുന്നില്ല, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇറിറ്റബിൾ ആവുക, സെക്ഷുവൽ ഡിസയർ ലൈംഗിക താല്പര്യം ഇല്ലാതാവുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു 2 ആഴ്ചയെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളതിനെ വിഷാദ രോഗമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടുന്നത്.